ഭാരത് മാതാക്കി ഭാരത് മാതാക്കി അത് നമ്മൾ പറഞ്ഞ അവിടുത്തെ പട്ടാളക്കാർ നമ്മളോട് ഇങ്ങനെ പറയണത്. അപ്പൊ ഇന്ത്യക്കാരന് പറയുമ്പോൾ നമുക്കൊരു ആവേശമാണ്. നമ്മളൊക്കെ ഇന്ത്യക്കാരൻ തന്നെയാണോ അത് പറഞ്ഞപ്പോ ഞാൻ സംഖ്യാക്കിക്ക. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തോട് കൂറ് കാണിക്കുന്ന ഏതെങ്കിലും ഒരു സാധനം, ഇപ്പൊ ഭാരത് മാതാ കി ജയ് എന്ന് പറയുന്നത്, വന്ദേ മാതരം എന്ന് പറയുന്നതായാലും, അതൊക്കെ അവിടെ നിൽക്കട്ടെ, എന്ത് തന്നെ ആയാലും ഇതൊന്നും പാടുന്നത് എന്നാ പിന്നെ അവർ പാടട്ടെ. അതല്ലെങ്കിൽ അബ്ദുൽ കലാമിന് എന്താ അവർ ചെയ്യുന്നത്? തിരിഞ്ഞു നോക്കിയിട്ടുണ്ട്, മയ്യത്ത് പോലും നിസ്കരിച്ചിട്ടില്ല ഇതുപോലുള്ള ആളുകൾ. അപ്പൊ നിങ്ങൾ വലിയ സംഭവമായിട്ടൊക്കെ പറയും രാവിലെ, പക്ഷേ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ആ അകക്കാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ആളുകൾ എന്താണ് റിഫ്ലക്ട് ചെയ്യുന്നത് അത് തന്നെയാണ്. അതൊരു മുസ്ലിമിനെ ജീവിക്കാൻ അനുവദിക്കില്ല. അത് ഇതേപോലെ ചുറ്റും ഇങ്ങനെ ഹെലികോപ്റ്റർ പാരന്റിംഗ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഹെലികോപ്റ്റർ ദാവാ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും. അവൻ ഏത് നേരവും ഇങ്ങനെ താലിബാനിസിലേക്ക് കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കും. അവൻ താടി മീശ വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ മീശ പഠിച്ചു കളയാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതാണ് ഇവിടെ നടക്കുക, അതാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രതീകമാണ് ഇവിടെ നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്. അപ്പൊ ഇനിയെങ്കിലും അത് മനസ്സിലാക്കുക. മതേതര വിരുദ്ധമായിട്ടും അതല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധമായിട്ടും ഇവിടെ ഇറക്കാൻ വേണ്ടി നോക്കുന്ന ആളുകളെ എങ്ങനെയെങ്കിലും ഇതേപോലെ ഒന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി നോക്കുന്ന നമ്മളുടെ പിന്നാലെ കൂടാതെ അവരെ തിരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് രാഹുൽ ഈശ്വർ കൂടെ കൂടേണ്ടതെന്ന് ഞാൻ പറയാം. ഞാൻ പറയട്ടെ, കംപ്ലീറ്റ് ചെയ്യട്ടെ. നിങ്ങൾക്ക് അതിന് ചെയ്യുന്നതിന് പകരം സൗദി അറേബ്യയോ അതല്ലെങ്കിൽ ഈ പറയുന്ന ഇന്തോനേഷ്യയോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവരെ തിരുത്താൻ കഴിയില്ല. അവർ റൈറ്റ് അവേ അതിനെ റദ്ദാക്കും. കാരണം അവർ ഇവിടെ തന്നെ പറഞ്ഞു, ഇതാണോ ഞങ്ങളുടെ ഇസ്ലാം എന്നാ ചോദിക്കും. ഇവരുടെ ഇസ്ലാം ഏതാണ്? ആ ഇസ്ലാം ഈ താലിബാൻ ഫോളോ ചെയ്യുന്ന ഇസ്ലാമാണ്. ഈ താലിബാനിസമാണ് ഇവരുടെ ഇസ്ലാം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ.